എപ്സ്റ്റീൻ ഫയലുകൾ ഇസ്രായേൽ മുതൽ ഇന്ത്യ വരെ. ക്രിമിനലുകൾ അധികാരത്തിലിരിക്കുന്നു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന അവർ നിയമ സംവിധാനങ്ങളെ മറികടന്ന് കുറ്റകൃത്യങ്ങൾ, പീഡനങ്ങൾ, മാഫിയ പ്രവർത്തനങ്ങൾ, യുദ്ധക്കച്ചവടം എല്ലാം നടത്തുന്നു. ജെഫ്രി എപ്സ്റ്റീൻ എന്ന മരിച്ചുപോയ അമേരിക്കൻ കുറ്റവാളി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അധികാരികളുടെയും പ്രമാണിമാരുടെയും ഉറക്കം കെടുത്തുകയാണ്. എപ്സ്റ്റീനുമായുള്ള കത്തിടപാടുകളുടെയും മറ്റ് ഏർപ്പാടുകളുടെയും രഹസ്യങ്ങൾ കുറച്ചു കാലം മൂടിവെക്കപ്പെട്ടുവെങ്കിലും അമേരിക്കൻ നീതിന്യായ വകുപ്പ് അവ ഇപ്പോൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നു. വിവിധ രാഷ്ട്ര നേതാക്കളെ തൻ്റെ ക്രിമിനൽ വലയത്തിൽ കുടുക്കി എപ്സ്റ്റീൻ മുതലെടുത്തുകൊണ്ടിരുന്നു. ബാലപീഡനം, അധികാര കേന്ദ്രങ്ങളിൽ ബ്രോക്കർ പണി, രാജ്യങ്ങളുടെ വിദേശ നയത്തിൽ വരെ കൈകടത്തൽ തുടങ്ങിയവയായിരുന്നു ഇയാളുടെയും കൂട്ടാളികളുടെയും വിനോദങ്ങൾ. പീഡനത്തിനിരയായവരേറെയും കുട്ടികൾ, ഡൗൺ സിൻഡ്രോം രോഗികൾ വരെ. One of the most disgusting and unsettling documents that were part of the latest Epstein DOJ document dump have to do with a girl who was 16 years old at the time and what she wrote in her diary as she was allegedly abused by Epstein and his cronies. കുറ്റകൃത്യങ്ങളുടെ ഗൂഢ ഫയലുകൾ മറനീക്കി പുറത്തു വരുമ്പോൾ ഒന്നും അറിഞ്ഞില്ലെന്ന മട്ടിൽ ഒളിച്ചു കളിക്കുകയാണ് പലരും. എപ്സ്റ്റീൻ ഫയലുകളുടെ ഉള്ളടക്കത്തെ വളച്ചൊടിക്കാനും ശ്രമിക്കുന്നു. എപ്സ്റ്റീൻ്റെ ഇസ്രായേൽ ബന്ധം വളരെ വ്യക്തമാണ്. You read the files, it is non-stop. Israel. Even in this story, randomly, an Israeli doctor shows up. Not a Russian one, not a Bulgarian one, not a Thai one. It's constantly Israel. But I don't know, the reason I bring that up here is I don't know that's why the media is like shush. ഈ ഇസ്രായേലി ബന്ധം മറച്ചു വെക്കാനാണ് മാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. എപ്സ്റ്റീൻ ഫയൽസ് ആകട്ടെ നിറയെ ഇസ്രായേലി ബന്ധം കാണിക്കുന്നു. ഈ കുറ്റവാളി സംഘത്തിൻ്റെ സംഘാടകർ ആര്? അവർ ഇപ്പോഴും കാണാമറയത്താണ് എന്ന് TNT ചാനലിൽ ചെങ് ഉയ്ഗൂർ. But you're not talking about who organized this. It is obviously a giant organization. They send women all across the globe to some of the most powerful people on earth. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ പ്രമാണിമാർക്കും അധികാരികൾക്കും പെൺ ഇരകളെ അയക്കുന്നു. വലിയ സംഘാടനമില്ലാതെ ഇത് നടക്കില്ല. ആ സംഘാടനത്തിൻ്റെ കണ്ണി മാത്രമാണ് എപ്സ്റ്റീൻ. ഇസ്രായേലി ചാരന്മാർ അയാളുടെ വീട്ടിൽ താമസിച്ചിരുന്നു. Street media wants us to believe that there was no organization. It was just Epstein and Ghislaine Maxwell just walking around, and they never mention Ghislaine Maxwell's connections to Israeli intelligence. They never mention Epstein's deep connections to Israeli spies lived in his home. ZTO ചാനലിൽ പ്രേം ഠക്കറും ചോദിക്കുന്നത് അതാണ്. എപ്സ്റ്റീൻ്റെ ഇസ്രായേൽ ബന്ധം മാധ്യമങ്ങൾ മൂടിവെക്കുന്നത് എന്തിനാണ്? ഫയലുകൾ നിറയെ തെളിവുകളാണ്. ഇമെയിലുകളിൽ, സംഭാഷണങ്ങളിൽ, വ്യാപാര ചർച്ചകളിൽ. ഇസ്രായേലി പ്രധാനമന്ത്രിയായിരുന്ന യഹൂദ് ബറാക്കും എപ്സ്റ്റീനും തമ്മിലുള്ള ഫോൺ ചർച്ച ഇതാ. ഫലസ്തീൻ വംശഹത്യക്കായി AI വിദ്യ വികസിപ്പിച്ച പാലന്റിയർ കമ്പനിയുടെ ഡയറക്ടറായിരിക്കാൻ ബറാക്കിനെ ക്ഷണിക്കുന്നു. He thought there was two cyber companies. Look out, and even though I know Peter, I've never met Peter Thiel, and everybody says he sort of jumps around and acts sort of strange, like he's on drugs. Smoking, yeah. He looks under drugs. However, he has a company called Palantir, P-A-L-L-E-N-T-I-E-R. Palantir is Peter Thiel's company, and look out. Palantir, Palantir. Yes. So he thought that Peter would put you on the board of Palantir. Peter Thiel is one of the best. I've never met him. He's going to come here next week. So I wanted to talk to him after I talk to you. സയനിസ്റ്റുകളും അപരരും എന്ന വേർതിരിവ് വരെ എപ്സ്റ്റീൻ്റെ കുറ്റവാളി സംഘത്തിനുണ്ടായിരുന്നത്രേ. മുൻപ് പുറത്തു വന്ന ഫയലുകളിൽ എന്ന പോലെ ഇപ്പോൾ വെളിപ്പെട്ടവയിലും എപ്സ്റ്റീൻ ഇസ്രായേൽ ബന്ധം വ്യക്തമാണ്. പക്ഷേ ആദ്യം തൊട്ടേ മാധ്യമങ്ങൾ എപ്സ്റ്റീൻ്റെ പണക്കാരും അധികാരികളുമായ ചങ്ങാതിമാരിൽ കേന്ദ്രീകരിക്കുകയും ഇസ്രായേലിൻ്റെ തെളിഞ്ഞ നിഴൽപ്പാടുകൾ മറച്ചുവെക്കുകയും ചെയ്തു. വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് ആസൂത്രകരെ ഒളിപ്പിക്കുന്ന തന്ത്രം. പുതിയ ഫയലുകളിൽ റഷ്യൻ പ്രസിഡന്റിനെ പറ്റി പരാമർശം വന്നത് ഈ മാധ്യമങ്ങൾക്ക് വീണ് കിട്ടിയ അവസരമായി. ഇപ്പോൾ തലക്കെട്ടുകൾ എപ്സ്റ്റീൻ പുടിൻ ബന്ധത്തെപ്പറ്റിയാണ്. എപ്സ്റ്റീൻ്റെ യജമാനൻ ഇപ്പോഴാണ് വെളിപ്പെട്ടതെന്ന് ന്യൂയോർക്ക് പോസ്റ്റ്.
ഇസ്രായേലല്ല അത്, അമേരിക്കയല്ല, ട്രംപ് അല്ല, റഷ്യയും പുടിനും KGBയും ഒക്കെ എന്ന് മാധ്യമങ്ങൾ. പുടിൻ ബന്ധത്തെപ്പറ്റിയുള്ള പരാമർശങ്ങൾ മാത്രം എടുത്തുകാട്ടി തലക്കെട്ടാക്കുമ്പോൾ കൂടുതൽ ഗാഢമായ ഇസ്രായേൽ ബന്ധം കാണാതാക്കാം. ടൈം വാരികയും ശ്രദ്ധ മാറ്റലിൽ പങ്കാളിയാകുന്നു എന്ന നിരീക്ഷണമുണ്ട്. എപ്സ്റ്റീൻ വെളിപാടുകൾ ലോകത്തെയാകെ ഇളക്കിമറിക്കുന്ന സമയം. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലെ നേതാക്കളെപ്പറ്റി അവയിലുണ്ട്. ഭരണാധികാരികളെ ഉപയോഗിച്ച് നടക്കുന്ന ആഗോള മാഫിയ വ്യവസായം, ലോകത്തെ ഭരിക്കുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ. ഈ ബന്ധത്തിൻ്റെ പേരിൽ സ്ലോവാക്യയിൽ ഒരു മന്ത്രി രാജിവെച്ചു. അതെല്ലാം ടൈം വാരികക്കും വിഷയമായി. പക്ഷെ കവർ സ്റ്റോറി കവർ വിഷയമാക്കിയത് ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭമാണ്. ഇത് യഥാർത്ഥ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനല്ലേ എന്ന് വായനക്കാർ. എപ്സ്റ്റീൻ ഇനിയും ടൈം കവറിന് യോഗ്യത നേടിയില്ല. ജർമ്മൻ മാഗസിന് വരെ കവർ സ്റ്റോറിയായിട്ടും ടൈമിന് വിഷയം പിടിക്കുന്നില്ല. അതുകൊണ്ട് വായനക്കാർ ഈ കവർ മാറ്റി സ്വന്തമായൊരു ടൈം കവർ സമർപ്പിച്ചു. എപ്സ്റ്റീനും വാമൂടപ്പെട്ട പെൺകുട്ടികളും. എപ്സ്റ്റീനും ഇസ്രായേലും ആഗോള സ്വാധീനവും വൻ വാർത്തയാകുമ്പോൾ ടൈം പുറം തിരിയുന്നു എന്ന്. എപ്സ്റ്റീൻ ഫയൽസിൽ ഇന്ത്യയെപ്പറ്റിയും മോദിയെപ്പറ്റിയും വന്നത് ഇവിടുത്തെ മാധ്യമങ്ങൾക്കും വലിയ വിഷയമായില്ല. എപ്സ്റ്റീൻ മോദിയുമായി നേരിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിലും അദ്ദേഹത്തെപ്പറ്റി ഫയലിൽ പരാമർശമുണ്ട്. ആ പരാമർശമല്ല നമ്മുടെ പത്രങ്ങൾ റിപ്പോർട്ടാക്കിയത്. പകരം വിദേശ മന്ത്രാലയത്തിൻ്റെ നിഷേധമാണ്. പേരുണ്ടെന്ന് വാർത്ത വരുന്നു, പേരില്ലെന്ന് മന്ത്രാലയം പറയുന്നു. അപ്പോൾ അത് അന്വേഷിക്കേണ്ടതായിരുന്നില്ലേ? അമേരിക്കൻ പത്രങ്ങൾ എപ്സ്റ്റീൻ ഫയൽസിൽ കാണിച്ച അത്ര പോലും ജാഗ്രത ഇവിടെ കണ്ടില്ല. മോദി ഇസ്രായേൽ സന്ദർശിച്ചു എന്നത് മാത്രമാണ് വസ്തുതയെന്ന് സർക്കാർ. മോദി US പ്രസിഡന്റിനു വേണ്ടി ആടുകയും പാടുകയും ചെയ്തു തുടങ്ങിയ പരാമർശങ്ങൾ ഫയലിലുണ്ട്. പക്ഷേ അതിലും ഗൗരവമുണ്ട് മറ്റൊന്നിന്. പ്രധാനമന്ത്രി മോദി 2017 ഇസ്രായേൽ സന്ദർശിച്ചതിന് പിന്നിൽ എപ്സ്റ്റീൻ്റെ കൈകളുണ്ട് എന്ന പരാമർശമാണ് അത്. ആടലിനും പാടലിനും അപ്പുറം മോദി ഇസ്രായേൽ സന്ദർശനത്തെപ്പറ്റി എപ്സ്റ്റീൻ്റെ ഉപദേശം തേടിയെന്ന് പരാമർശമുണ്ട്. അനിൽ അംബാനിയുമായുള്ള ഇമെയിൽ ചാറ്റുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ട്രംപിനെ കാണാൻ സഹായം വേണം എന്ന അപേക്ഷയുണ്ട്. ആദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇസ്രായേലിൽ പോയത് ട്രംപിനെ സന്തോഷിപ്പിക്കാനായിരുന്നു എന്ന സൂചനയുണ്ട്. ഇതിലെല്ലാം രാജ്യ താൽപ്പര്യം എത്രത്തോളം എന്ന ചോദ്യം ഉയരുന്നു. അംബാനിക്ക് ഇതിൽ കാര്യം എന്താവും? മഹുവ മൊയ്ത്ര ചോദിച്ച പോലെ ഏതെങ്കിലും പ്രതിപക്ഷാംഗമാണ് പരാമർശിക്കപ്പെട്ടിരുന്നതെങ്കിൽ മാധ്യമങ്ങൾ മൗനം പാലിക്കുമായിരുന്നോ? അംബാനിക്ക് പുറമെ BJP നേതാവും പിൽക്കാല മന്ത്രിയുമായ ഹർദീപ് സിംഗ് പുരിയും എപ്സ്റ്റീൻ ബന്ധത്തിൻ്റെ ഇടനിലക്കാരനായിരുന്നു എന്നും വെളിപ്പെട്ടിരിക്കുന്നു. ഇന്ത്യ ഒറ്റ നിഷേധത്തിൽ എല്ലാം ഒതുക്കിയിരിക്കുന്നു. ഒന്നും വിശദമാക്കാത്ത വിശദീകരണം, വിശദമാക്കാത്ത ഭാഗങ്ങൾ നിസ്സാരമല്ല താനും. എപ്സ്റ്റീൻ ഫയൽസ് ഒരു സാധാരണ വിവാദമല്ല. രാജ്യങ്ങളുടെ പരമാധികാരം കയ്യിലിട്ട് അമ്മാനമാടുന്ന മാഫിയ സംഘത്തെപ്പറ്റിയുള്ള സൂചനകളാണ്. ചെറിയ ഓളങ്ങളാണ് ഇപ്പോൾ അത് ഉയർത്തുന്നത്. അവ സുനാമിയാകുമോ എന്ന് കണ്ടറിയാം.